ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 3 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തട്ടിൻ്റെ മുകളിലേക്ക് ഈ 3 പഴം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം പഴം ഇവിടെ നിന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതോടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇപ്പം തേങ്ങയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ പഴത്തിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതെവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളിതിവിടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്തതിൽ നിന്ന് നമുക്ക് പകുതി ഈ ഒരു പഴത്തിൻ്റെ മിക്സ് എടുത്ത് നമുക്ക് ഈ ഒരു ടിന്നിൽ ഞാനിപ്പം ഇതുപോലെ ഒന്ന് ഇല വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ ഒരു ടിന്നിലാണ് സ്നാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിൽ വേണം നമ്മൾ ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട, ഒരല്പം കട്ടിക്ക് തന്നെ വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഫില്ലിങ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ഫില്ലിങ് ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ബാക്കിയുള്ള പഴത്തിൻ്റെ ഈ ഒരു മിക്സ് കൂടി എടുത്ത് ഞാനിപ്പം ആ ഒരു ടിന്നിൽ നമ്മൾ ഒരു ഇല വെച്ച് കൊടുത്ത അതേ വലിപ്പത്തിൽ തന്നെ ഒരു ഇലയും കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പഴത്തിൻ്റെ മിക്സ് വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമ്മളിവിടെ മുമ്പ് തയ്യാറാക്കി വെച്ചതിന് മുകളിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഏത്തപ്പഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.